ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പള്ളിപ്പെരുന്നാൾ കാണാൻ പോകാൻ നിൽക്കുകയാണ്. പിള്ളേരൊക്കെ കുളിച്ച് ഒരുങ്ങി ജീൻസൊക്കെ ഇട്ടിട്ട് ചെത്ത് പയ്യന്മാരായിട്ട് ഇതേ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ വലിയമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് പള്ളി, അധികം ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാനുള്ളൂ. ഇപ്പോൾ ഇതേ ഈ ഫ്രണ്ടിൽ പോകണത് എൻ്റെ മേമയാണ് കേട്ടോ, അമ്മയുടെ നേരെ താഴെ അനിയത്തി. ഞങ്ങൾ നടന്ന് അങ്ങനെ പള്ളിയിലേക്ക് പിന്നെ പള്ളിയിലേക്ക് ഓരോ ടീമായിട്ട് ഇങ്ങനെ അമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ. പിള്ളേർക്കൊക്കെ പിന്നെ ഓരോ കളിപ്പാട്ടം വാങ്ങണം, അങ്ങനെ ഇങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഓരോ സൈഡിലേക്ക് പോയി. ഇത് പള്ളിയുടെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിൽ വാൾപേപ്പർ ഇങ്ങനെ മാറുന്ന പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല സെറ്റപ്പ് സംഭവമാണ്. നമ്മൾ ഫോണിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെയോ ഒന്നുമല്ല, നേരിട്ട് കാണാനാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി അറിയാൻ പറ്റുക. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ പിള്ളേരിങ്ങനെ നിന്നു. പിന്നെ ഒരു സൈഡിൽ പാട്ടും കൂത്തും സംഭവമൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അതതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പള്ളി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പള്ളിയുടെ ചുറ്റുഭാഗത്തും. പിന്നെ കുട്ടികളാണെങ്കിൽ കളിപ്പാട്ടം വാങ്ങുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു. നോക്കി നമ്മുടെ കണ്ണിലൊക്കെ എന്തോ ഒരു ഇതുപോലെ തോന്നും. കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. പിന്നെ വീണ്ടും ഓരോ ടീമുകളുടെ ഇങ്ങനെ അമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, പെരുന്നാളിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ ഉള്ളത് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാൾപേപ്പർ പോലെ. അപ്പോൾ ലൈറ്റ് റെജിമെൻ്റ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്ത് പൊന്നുട്ടിയാണ്. അവനാണെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൻ എടുത്ത് പൊന്തിച്ച് കാണിച്ചു കൊടുക്കണ്ടല്ലാതോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആൾക്ക് കളിസാരം വാങ്ങണം എന്നൊക്കെ മുന്നേ ആൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ലക്ഷ്യം ആൾക്ക് അതിൻ്റെ പിന്നാലെയാണ്. പിന്നെ പള്ളിക്ക് പുറമെ ഇത്രയും ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും പള്ളിയുടെ ഉൾവശം കാണാൻ തോന്നി. കുറേ പേര് പള്ളിയുടെ ഉള്ളിൽ പോയിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും പള്ളിയുടെ ഉള്ളിലോട്ട് പോയി. ആ പോണ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്, പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ പൊന്നും കുരിശുകൾ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള കുടകളൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നിന്ന് പോയി. അങ്ങനെ നേരെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലോട്ട് നടന്നു നീങ്ങുകയാണ്. ഞാനും സോനും പിന്നെ എൻ്റെ മേവന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നു. പക്ഷേ ഇവിടെ ചെന്ന പാടെ എനിക്ക് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് തോന്നിയത്. പള്ളിക്ക് പുറമെ ഇത്രയേറെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പള്ളിക്കുള്ളിൽ കുറേ പേര് വന്നിരിക്കുന്നുണ്ട്. കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. കുട്ടികളാവട്ടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ആകെ ബഹളങ്ങളാണ്. ഇതിനൊക്കെ ഇടയിലും അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. എനിക്കെന്തോ അങ്ങനെ തോന്നി. എൻ്റെ കൂടെ വന്നവർക്കും ആ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ എടുത്തു പറയാനുള്ളത്, പള്ളിയിലുള്ളിലുള്ള ഫർണിച്ചർ വർക്ക് അതിഗംഭീരമായിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. പാവം നമ്മുടെ യേശു കുരിശിൽ തറച്ച് മുകളിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അതിനുശേഷം അവിടെ ഒരു പ്രാർത്ഥന ബുക്ക് ഇരുന്നിരുന്നു. അത് ഞാനും സോനും കൂടി കുറച്ച് നേരം വായിച്ചു. 2 പേജോളം ഞങ്ങൾ വായിച്ചു. പിന്നെ ആ പുസ്തകം എടുത്തോടത്ത് തന്നെ വെച്ചു കേട്ടോ. ഇത് വായിക്കാൻ പാടോ, ഈ പുസ്തകം തൊടാൻ പാടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ 2 പേരും വായിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനിടയിലാണ് ടേബിളിൻ്റെ മുകളിൽ കുറേ പുൽക്കൂട് ഇരിക്കുന്നത് കണ്ടത്. പിന്നെ ഞാനും കുഞ്ഞാറ്റി അമ്മയും കൂടി നേരെ അങ്ങോട്ട് പോയി. കുഞ്ഞു കുട്ടികൾ അവരെ കൈകൾ കൊണ്ട് അതിമനോഹരമായിട്ട് കുഞ്ഞു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത വർക്കുകളാണ് ഈ കാണുന്നത്. ഓരോ പുൽക്കൂടിനെ പറ്റിയും അതുണ്ടാക്കിയ രീതികളെ പറ്റിയും ഞാനും കുഞ്ഞാറ്റയും പരസ്പരം സംസാരിക്കുന്നുണ്ട്. പലരും പല ഐഡിയകൾ വെച്ചിട്ടുണ്ടാക്കിയ പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് അവിടെ ഞങ്ങൾ കണ്ടത്. വർക്കുകൾ ഇങ്ങനെ കാണുന്ന കൂട്ടത്തിലാണ് ചെറിയ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഹൈസ്കൂളിൽ പഠിക്കുന്ന വലിയ പിള്ളേരും ഉണ്ടാക്കിയ ക്രാഫ്റ്റ് വർക്കും ഇതിലുണ്ട്.
പിന്നെ പുൽക്കൂട് കാണാനായിട്ട് ഞങ്ങളുടെ കൂടെ പൊന്നൂസ് കുട്ടി ഉണ്ടായിരുന്നു. അവന് എല്ലാ പുൽക്കൂടും ഇങ്ങനെ ഇന്ന് സൂക്ഷ്മതയോട് കൂടി നോക്കുന്നുണ്ട്. അവൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഓരോ സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കിച്ചാലാണ് പിന്നെ പിള്ളേർ റെസ്റ്റ് എടുക്കണം കണ്ടു. അപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്ക് പൊന്നൂസ് ഓടിച്ചെന്നു. അതെൻ്റെ കസിൻസോളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവൻ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിൽ ആൾ ഇങ്ങനെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചോദിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. വാവ അവനെ പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. ഒരു തരത്തിലും അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ മേമാരോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ സോനിവിടെ നല്ല റെസ്റ്റിലാണ്. പള്ളിയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പള്ളിയുടെ ഫ്രണ്ട് സൈഡിലായിട്ട് വലിയ പുൽക്കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് കാണാൻ നിന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങി. പിള്ളേരൊക്കെ കളിപ്പാട്ടം വാങ്ങാൻ പോണ തിരക്കിലായി. അമ്മമാർ ഇതേ കൂട്ടം കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പൊന്നൂസിൻ്റെ ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നുണ്ട് പൊന്നൂസ് പേടിപ്പിക്കാനായിട്ട്. പിന്നെ കുക്കുവിൻ്റെ കയ്യിലൊരു പമ്പരം പോലത്തെ സംഭവങ്ങൾ, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ്. അപ്പോൾ പോക്കറ്റിലൊക്കെ തിരികെ വെച്ചിരിക്കുന്ന ആൾ. അപ്പോൾ അതൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. മേടിച്ച സംഭവമൊക്കെ ഇതാണ് ഞാൻ മേടിച്ചതെന്നൊക്കെ കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. ആൾ നല്ല സന്തോഷത്തിലാണ്. പിന്നെ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അത് പോയി ചാരി നിന്നു അവൻ. അവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ പൊടിപടലൊക്കെ ആയിട്ട് ഡ്രസ്സിലൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ വാങ്ങിയ കളിപ്പാട്ടം. ഈ സംഭവത്തിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറഞ്ഞു ഇത് കോൺസെൻട്രേഷൻ കിട്ടുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വാങ്ങിയതാണിത്. അപ്പോൾ അവൻ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ചിട്ട്. പിന്നെ പാപ്പൻ എന്തൊക്കെയോ മോനോട് ചോദിക്കുന്നുണ്ട്, പൊന്നൂസിനോട് ചോദിക്കുന്നുണ്ട്. പൊന്നൂസ് അതിന് എന്തൊക്കെയോ മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് കുറച്ച് നേരങ്ങൾ നീണ്ടു നിന്നത്. ഫുൾ കോമഡിയാണ്. പാപ്പനും പൊന്നൂസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപ്പൻ പറയുന്നതനുസരിച്ച് അവൻ പറയുന്നുണ്ട്, അവൻ പറയുന്നതനുസരിച്ച് പാപ്പന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന രസമാണ് ഇവരുടെ സംഭാഷണം കേൾക്കാനായിട്ട്. പിള്ളേർക്ക് കളിപ്പാട്ടൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ എല്ലാവരും കൂടി അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാറ്റ വാങ്ങിയ കളർ പേന കാണിച്ചു തരികയാണ് കേട്ടോ. അതിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അതുപോലെ കുട്ടി ബാഗും കൂടി അവൾ മേടിച്ചിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. മൂപ്പരാൾ ഇതാണ് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയത്. പള്ളിപ്പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നാളെയും ഉണ്ട് ആഘോഷങ്ങളൊക്കെ. ഞങ്ങളെല്ലാവരും ടയേർഡായപ്പോൾ നേരെ വീട്ടിലോട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ തിരക്കിലാണ്. അപ്പോഴാണ് വാവ ഫ്രിഡ്ജിൽ നിന്ന് വലിയൊരു ബോക്സ് ഐസ്ക്രീം എടുത്ത് കണ്ടത്. പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ 1, 2, 3, 4 എല്ലാവരും കഴിക്കുന്നുണ്ട്. അമ്മമാരും കണക്കാ, കുട്ടികളും കണക്കാ. പിന്നെ ഇവിടുത്തെ എന്താ പറയുക, അങ്ങനെ എന്താ അലങ്കോലമായി കിടക്കണമെന്ന് ചിന്തിക്കേണ്ട. എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വലിയ ക്ലീൻ ചെയ്യാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാവരും ഇതേ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും നവരസങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 2 മേമാരവിടെ നിന്ന് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആക്ഷനും കാണിക്കുന്നുണ്ട്. കുഞ്ഞാറ്റ ദേ ഒരു സൈഡിൽ ഇരുന്ന് മെല്ലെ ഐസ്ക്രീം ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ഇവരുടെ കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ, നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.